പിന്നീട് സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ സാക്ഷി നിൽക്കാവൂ. അങ്ങനെയൊന്നുമില്ല. പിന്നീട് സമർത്ഥിക്കാൻ കഴിയുക എന്നത് ഇവിടെ ഉദറാക്കി പിടിക്കില്ല. അല്ല സഹു ഇന്നി ഖാലുഹു ലാഹിറൻ വബാത്തിനൻ ലിമഹറമൈനി. മഹറമൈനി എന്ന് പറഞ്ഞാൽ മുഹിരിമൈനി, മഹറമൈനി അല്ല. അതിവിടെ ചോദ്യമില്ലല്ലോ. കറാഹത്തുണ്ട് എന്നും പറഞ്ഞു. ഹജ്ജിന് ഏറാൻ കെട്ടിയവനും സാക്ഷിയാവാം. ഹജ്ജിന് ഏറാൻ കെട്ടിയ ആളാണ് സാക്ഷി നിന്നത്. ഇത് മുടക്കുണ്ടോ? വലാകിന്നല്ലൗല അല്ലാ യഹൂറ. ഹജ്ജിന് ഏറാൻ കെട്ടിയവർ ഇതേ ഇതിനോട് അടുക്കാതിരിക്കലാണ് നല്ലത്. ബുദ്ധിമുട്ടൊന്നുമില്ല. നിക്കാഹ് നടത്തല് സ്വീകരിക്കല് ഇതേ ഹറാമുള്ളൂ. വലിയനും പുതിയാപ്പളക്കും പെണ്ണിനെ ഹറാമുള്ളൂ. വേറെ ആർക്കൊന്നുമില്ല. മുഹിരിമൈനിയും ഇന്നേക്കാതുഹൂമി മുഹിരിമൈനി വലാകിന്നല്ലൗല അല്ലാ യഹൂറ. അതുപോലെ വബിനൈ സൗജൻ, ഇതേ സൗജി ഇതേ സൗജത്തിന്റെ രണ്ട് മക്കൾ, രണ്ടാളുടെയും മക്കളാണ്. ഷഖീഖായ സഹോദരന്മാരാണ് ഇവർ. അവർ സാക്ഷി നിൽക്കാന്ന് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് രണ്ട് സാക്ഷികൾ. ഇങ്ങനെ ഐ ഇബ്നൈ കുല്ലിൻ, ഇതേ ഉപ്പാന്റെ രണ്ട് മക്കൾ തന്നെ, ഇതേ ഉമ്മാന്റെ രണ്ട് മക്കള്. തലാഖ് ജനിച്ചാൽ മറ്റുണ്ടാവും. നിക്കാഹൊന്ന് മാറ്റണം പോലും. ആരാ സാക്ഷി? ആ, ഈ ഓരോ മക്കളും ഇതേ ഉപ്പാൻ്റെതും ഇതേ ഉമ്മാൻ്റെതുമാണ്. അങ്ങനെയാകാം. ഒരാളെ ഒരു മോനും മറ്റേയാളെ ഒരു മോനും. അത് പറ്റില്ല. കഠിന വിരോധികൾ പോലും അതിനെല്ലാം ഇടന്ത് മുടക്കുമെന്നു. കദാലിക്ക രണ്ടാളുടെയും വിരോധി, അല്ലെങ്കിൽ ഒരാളെ വിരോധി ഒരാൾ, ഒരാളെ വിരോധി ഒരാൾ. വാവു വിമാന ഔ ഔ ഇബ്നൈ സൗജൈനി ബാദുബൈഹിമ എന്നല്ല. ഔ വബിജദ്ദൈഹിമ, രണ്ടാളെ ജദ്ദുവായി സാക്ഷിക്ക്. ഉപ്പ കെട്ടിക്കുമ്പോ വബിജദ്ദിഹ, ഓളെ ജദ്ദു വേറെയും ഇവന്റെ ജദ്ദു വേറെയും. അങ്ങനെയും പങ്കെടുത്തൂടെ? ലാ ബിഹ, ഉപ്പാനെ കൊണ്ട് സാക്ഷിയാകാൻ കഴിയില്ല. അതെ, വലിയാണ്. അതുമല്ല, ഓന് ഇപ്പൊ ലീവിലാണെങ്കിൽ അവൻ വക്കീലുക്കും ഉണ്ടാവും. എന്നാലും യുദ്ധസംഭവം ഷഹാദത്തുഹു, ഉപ്പ സാക്ഷിയാകുന്ന രൂപം പലതുമുണ്ട്. ഒന്ന് മതവ്യത്യാസം. മതവ്യത്യാസം കെട്ടിക്കുന്ന വേറൊരാൾ. ആരെ കെട്ടിക്കുന്നത്? എന്താണ്? ഹിന്ദുവായ പെണ്ണിനെയാണ്. ഉപ്പ കെട്ടിക്കൂലല്ല, സാക്ഷിയായിട്ട് പോവാ അല്ലേ? അതുപോലെ റിക്ക് അടിമയാണെങ്കിൽ ചെയ്യതല്ലേ കെട്ടിക്കൽ. അപ്പം എനിക്ക് എന്താക്കാം? ഇത് എന്നുള്ള ഒരു ബഹുമാനം ആർക്ക് കിട്ടുന്നില്ല. ഇല്ല. ബദാലിക്ക ഇത്രയും സ്ഥലത്ത് നിക്കാഹ് സാക്ഷിയാവാൻ പറ്റും എന്ന് പറയാൻ കാരണം നിക്കാഹ് സംഭവിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇവർക്കുണ്ട്. അവതരിപ്പിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. നിക്കാഹ് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും പ്രാപ്തിയുള്ളവർ തന്നെയല്ലേ ഇവർ. ഇവർക്കെന്താ തകരാം? പിന്നീടൊരു സമയത്ത് വിളിച്ചാൽ ഇവർ വന്നിട്ട് വലയില്ല കേസ് തീർക്കാൻ. പ്രശ്നമേ ബന്ധുവിനെ വിളിച്ചിട്ട് ബന്ധു സാക്ഷി നിന്നാൽ പ്രശ്നം തെളിയിക്കാൻ കഴിയോ? അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നീട് ഹക്ക് തെളിയിക്കാനും കൂടി കഴിവ് വേണം എന്നാണ് സാധിക്കാറുള്ളത്. അപ്പൊ പുറത്തുനിന്ന് തന്നെ ആളെടുക്കണം. വേണ്ട, നിക്കാഹ് കണ്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. പിന്നീട് വിളിച്ചാൽ കിട്ടണമെന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. ആ, പിന്നീട് ഓർ പറഞ്ഞാൽ അതുവ് പറഞ്ഞാൽ വാക്ക് സ്വീകരിക്കോ, അതുപോലെ ബന്ധുക്കൾ പറഞ്ഞാൽ സ്വീകരിക്കോ. അസിലി ഫറിന് വേണ്ടിയോ ഫറ് അസിലിന് വേണ്ടിയോ വാദിച്ചാൽ വിജയിക്കില്ല.
കേസ് നടത്തുന്നുണ്ടെങ്കിൽ ഇവരൊന്നും പോയിട്ട് പണിയിക്കാം. അതിനൊന്നും കേസ് നടത്താനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നിക്കാഹിൻ്റെ പ്രഥമ സാക്ഷിയായിട്ട് ചെറിയ ആൾ മതി. പയ്യൻ കുത്ത ഇതേ ഇല്ലത്ത് അമയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇതേ ഇല്ലത്ത് എടി കാണുന്നുണ്ട്. എന്നിട്ട് അമന്റെ അടുത്ത് നിക്കാഹ് സ്വയാണെന്ന് പറഞ്ഞ ഇതിവിടെ ഇതേ ഇല്ലത്ത് അവിടെ ഉണ്ട് ഉണ്ടാ, ഇതേ ഇല്ലത്ത് ഉണ്ടാ ഉണ്ടാ അവിടെ നോക്ക്. കാല ശിഹാബ് ഹുസൈൻ രണ്ടാം വരി അയമയിലും പറഞ്ഞില്ലേന്ന്. അയമയിൽ എന്താ പറഞ്ഞത്? പിന്നെ ഇതേ ഇതന്നെ അവിടെ പറഞ്ഞില്ലേന്ന് പറയും. അടുത്തന്നെ പോയില്ലേ? അത് അതാണ് ചെറുപാൻ ചോദ്യം ചെയ്യും. കാല ശിഹാബ് ഹുസൈൻ. അപ്പോൾ ഇബ്നു ഖാസിമിനുണ്ടാവും ഇതേ പ്രശ്നം. ഒന്നാം വരി ആയമയിൽ അങ്ങനെയല്ല പറഞ്ഞത്, ഇതേപോലെയല്ല 228 ആയമയിൽ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? അത് വേറെ അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? അത് രണ്ട് മേഖലയായി ഇങ്ങനത്തെ പറയുന്നു. ഇന്നെ ഷെർവാനി ഇബ്നു ഖാസിം ചോദിക്കുന്നു 228 അയമയിലെ വിവാദത്തില്ലേ? അയമന്റെ വിവാദത്ത് അയമയിൽ എന്താ വിവാദത്ത്? ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണെന്ന് വെച്ചോ. എന്നാലും കുത്തുയിഫ്രഹു എന്നാൽ തന്നെ അയമയും ഈ ദേശക്കാരും വ്യത്യാസമുണ്ട്. മകന്റെ ഷഹാദത്ത്, അതുബിന്റെ ഷഹാദത്ത് യുതസബ്ബറു ഖബൂലുഹാ ഫീ ഹാദൻ നിക്കാഹ് ബിഐനിഹി. ഇവർ തന്നെ കേസ് കൊടുത്ത് അവതരിപ്പിച്ചാലും വിജയിക്കും. ഈ സൂറത്തി ദഅവ ഹിസ്ബ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം കേസ് നടത്തിയത്, കാര്യലാഭത്തിനല്ല. ഷഹാദത്തും ഹിസ്ബൈ മക്കൾ പങ്കെടുക്കാം എന്ന് ഷഹാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയമന്റെ മാതിരിയല്ല, ഇവർ ഷഹാദത്തിൽ തന്നെ പങ്കെടുക്കാം. ഇവർക്ക് എന്തെങ്കിലും കാര്യലാഭമുണ്ട് എന്ന് വരുന്നിടത്താണ് ഇവർ പറ്റില്ല എന്ന് പറഞ്ഞത്. ഹക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ ഷഹാദ്, പിന്നീട് പ്രശ്നം തെളിയിക്കാൻ ഇവർ മതി. അപ്പൊ എല്ലായിടത്തും പറ്റുന്നുണ്ട്. അതവിടെ തെളിയിച്ചിട്ടുണ്ട്. 10:237 പറഞ്ഞിട്ടുണ്ട്. അസ്ലിന് വേണ്ടി ഫർദ് വാദിച്ചാൽ പറ്റൂല, ഫർദിന് വേണ്ടിയിട്ട് അസ്ലി വാദിച്ചാൽ പറ്റൂല. അതുപോലെ എന്താണ് സ്നേഹിതന് വേണ്ടി ശത്രു വാദിച്ചാൽ പറ്റൂല. അവിടെ എന്തെങ്കിലും തിരിമറിയുണ്ട് എന്ന് പേടിച്ചിട്ടാണ്. തിരിമറി ഒന്നുമില്ല, ഹക്ക് തെളിയിക്കലെ ഖുർആനിലുള്ള വേറെ ഒരു നേട്ടവും ഇതിന്റെ പിന്നാലെ ഇല്ലാന്ന് അറിഞ്ഞെടുത്തോ. നേരാൻ വേണ്ട തന്നെ പറ്റൂ. അപ്പൊ ശരിയായ നിക്കാഹ് തന്നെയാണ് നടക്കുന്നത്, ശരിയായ ഷഹാദത്ത് തന്നെയാണ്. കാര്യലാഭം പേടിച്ചെടുത്ത് ഇവരെ മാറ്റി നിർത്തുന്നേ ഉള്ളൂ. 10:237 അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചാൽ തന്നെ ആ ഷഹാദത്തിന് പറ്റൂല. അന്നേരം ചോദ്യോ, ഇവർ ഈ പറഞ്ഞ മൂജിബിനെയും കാബലിനെയും കൈയോട് പിടിക്കുമ്പോൾ പിടിച്ചിട്ട് കാലിൻ്റെ അടുത്തേക്ക് എത്തിക്കും, ഇത് കാണിച്ചു കൊടുക്കും. അന്ന് നിക്കാഹ് നടത്തി കൊടുത്ത ആൾ ഇയാള്, കൈ കൊടുത്ത ആള് വലിയ ഇയാള്, മറ്റേത് ഇയാപ്പള ഇത് കൈകൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്, ഇയാൾക്ക് കൂടാ. അതുപോലെ അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട്. എത്തുന്നവരെയും എന്താക്കാം, വേറെ വേറെ തന്നെ കലർത്താണ്ട് ഇങ്ങനെ അടയാളം വെച്ച് കൈയോണ്ട് ഇതാര് ഇത് മൂജീബ്, ഇതോ അങ്ങനെ ആരെ മുമ്പിലേക്ക് എത്തിച്ച് അങ്ങനെ സാധിക്കുമല്ലോ. വായ്മാനെ കൊണ്ടും പറ്റണ്ടേ? അത് പറഞ്ഞാൽ പോയിരിക്കില്ല. ആ തട്ടിപ്പുണ്ട്. യത്തിമാല അന്നൽ മുഖാത്തബ ഗൈറുമൻ അംസക്കവും, ഇവൻ പിടിച്ച ആളോട് തന്നെയാണ് ഇവൻ മുണ്ടി ഇങ്ങനെ തെളിയിക്കൽ. ഒച്ച കേട്ട് എന്നല്ലാണ്ട്
മുജീബിനെയും കാവലിനെയും പിടിച്ചിട്ട് കാതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ട് പോലും മനസ്സിലായില്ല ആരാ കെട്ടിച്ചത് നിന്നു ആരാ കെട്ടിയത് നിന്നു. അതുകൊണ്ട് എങ്ങനെ തിരികെ ഈ മൂജിബ് ശബ്ദമറിഞ്ഞത് ഇവനിക്കാന്ന് എങ്ങനെ ഓർക്കും? ഈ കൈ പിടിക്കപ്പെടാത്ത ആൾക്ക് എറിഞ്ഞു കൊടുക്കൂലേ? അപ്പൊ തിരിയോ എത്രത്തോളം അയിങ്കാന ഫമുഹാദ ഫിയൂദിനിഹി ഫമുല്ലാഖിരി ഫിയൂദിനിഹി നുക്ര അങ്ങനെ വെച്ചിട്ടും പോലെയില്ല. എന്നെ മബനാമാഹുന അല്ലല്ലേ എത്തിയാത്തി മാക്കന ഇവിടെ വല്ലാത്ത എത്തിയാത്താണ്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളും നമ്മൾ നോക്കും. ഇവരെ പിടിച്ചിട്ട് അങ്ങനെ എത്തിച്ച് ഇതാന്ന് നേരത്തെ നിൽക്കാറുണ്ടാകണ്ടാണ് എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. ഇവൻ ഒറ്റ വിട്ടതുണ്ടാവും വേറൊരാൾക്ക്, ഇവനെ മുമ്പിൽ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആയിക്കൂടെ? അപ്പൊ യഥാർത്ഥ വിഷാദത്തി ഫക്കാനത്ത് കല്ലദം ഫക്കാനത്ത് കല്ലദം എന്താണ് ഇനി സാക്ഷി നിന്നിട്ട് എന്ത് കാര്യം? ഇനി കാനലഹ ഒരു വേറെ മോഡൽ എടുക്കും. കാനലഹ എന്താണ് കെട്ടനിയന്മാർ 3 ആളുണ്ട്, ഒരു പെണ്ണിന് ഉച്ചമാർ 3. ഒരാളെ കെട്ടിച്ചു, 2 ആൾ സാക്ഷി. ഇപ്പൊ ഇല്ല, ഇനി മുടക്കണ്ട. എന്നെല്ലാക്കിതായി ബഹുമ ഓരോരുത്തർക്കും പുതിയ സമ്മതം. പെണ്ണ് സമ്മതം കൊടുത്തിട്ട് ഇയാക്കാം 3 ആളും കൂടി ഇതെല്ലാം കെട്ടിക്കല്. ഓരോ വലിയും ഓരോ വലിയാണ്. ഒരു വലിയന് മറ്റേ വലിയനോട് ചോദിക്കണമെന്നോ അങ്ങനത്തെ കണക്കില്ല. ആ വലി കണ്ടെത്തി തന്നെ കൊണ്ടുവരണമെന്ന് അങ്ങനെയില്ല. ഒരട്ടം കൊണ്ടാണ് പോലും ഒരു പുതുവിനെ ഒന്നുമില്ല. ഓരോരുത്തരും അതാതാണ്ട നീക്കാം പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി അവനാന്ന് വിലായത്തിന്റെ ആള്. എന്നിട്ട് എന്താക്കി? ഉപ്പ വേറെ ഒരാളെയും കൂട്ടി സാക്ഷിയാകാൻ പറഞ്ഞു. നമ്മൾ വക്കീലല്ലേ, വക്കീൽ സാക്ഷിക്കുള്ളോ? വക്കീല് വക്കീലിന്റെ സ്ഥാനത്തല്ലേ? അപ്പോ സൈലന്റ് ആണോ? വേറെ തന്നെ 2 ആളും വേണം. കെട്ടിക്കേണ്ട അഹ് അല്ലെങ്കിൽ കെട്ടിക്കേണ്ട ഉപ്പ വേറൊരാളെ ഏൽപ്പിച്ച് എന്നാല് എന്നെ ഒരു ലാഖിത് ഹക്കീക്കത്ത് അത് ആര് നടത്തി കൊടുത്താലും ആരെ പേരില്ല അത് വരുന്നത്. അപ്പൊ ഇവനെ എണ്ണാണ്ട് തന്നെ വേറെ 2 ആൾ വേണം. ഇത് അൽ വക്കീലു ഫിന്നിക്കാഹി സഫീറുൻ മഹ്ദൂൻ സിഫത്താക്കലല്ലോ. ഫകാനാ ബിമൻസിലത്തി റജുലിൻ വാഹിദ്. ഇവർ 2 ആളും ഒരേ റാങ്കിലാണ്. ആരും വക്കീലും വക്കീൽ ചെയ്താലും ആരെ വേണ്ടിക്കാൻ വക്കീൽ വക്കീൽ പറയുന്നതെല്ലാം ആരും ഉൾക്കൊള്ളണം. അപ്പൊ നിഴല് മാത്രം എന്നാലും ഓർക്ക് ഇവിടെ റോളില്ല, ഒരാളായിട്ടൊന്നുമില്ല, കെട്ടിച്ചതായിട്ട് കണക്കാക്കുന്നില്ല. തന്നെയാണ് വക്കീലിനാണ്. ഈ മസല എതിരാണ്. സയ്യിദ് സാക്ഷിക്കുന്നല്ല, സയ്യിദ് കിന്നിനോട് പറഞ്ഞ് കെട്ടിക്കോടോ കെട്ടുന്നു. അങ്ങനെ കെട്ടുന്നിടത്ത് ആര് വന്ന് നിൽക്കാൻ നടക്കുമ്പോ നീ സാക്ഷി ആരെന്നെ സയ്യിദ് തന്നെ. അതെങ്ങനെയായിരുന്നു? ഇപ്പം പറഞ്ഞ രക്ഷിതാവ് സാക്ഷിയായിക്കൂടാണ്, ഇവിടെ സയ്യിദ് സാക്ഷിയായിരുന്നല്ലോ. വലിയ വലിയ സാക്ഷിയായി സഫീന് അനുവാദം കൊടുത്ത് നിക്കായി അങ്ങനെ സംഘടിപ്പിച്ച് ആ നിക്കായിൽ ആരാ സാക്ഷി? വലിയ ഈ ആൺകുട്ടിന്റെ വലിയ അങ്ങനെ പറ്റി മനസ്സിലാക്കുന്നു. നേരത്തെ പെണ്ണിന്റെ വലിയ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ എന്താ പറ്റിയത്? പിന്നെ
ചക്കം കെട്ടുന്നു പോലും لأن كل منهما ليس بعاقد ولا نائبه എന്താണ് ليس كل منهما അല്ലാണ്ട് ഓറെന്താക്കിയത് ഓറ കെട്ടിച്ചു കൊടുക്കല് ഓറെടുന്ന് കെട്ടിക്കുന്നു അങ്ങനെ കാണാൻ വന്നില്ല നായിബു അല്ലല്ലോ വലൽ ആഖിദു നായിബഹു കെട്ടിക്കുന്ന ആൾ ഇവന്റെ നായിബ ഇവനെ അച്ചാളാ ഈ സയ്യിദ് ഈ ആൺകുട്ടിയുടെ വലിയ പറഞ്ഞതാണോ നിങ്ങളുടെ മകളെ കെട്ടിച്ചോളി ഞാൻ അനുവാദം തന്നു കൊടുത്തതാ ഓർക്ക് ജന്മനാളുള്ള അനുവാദം അത് ഇനാമത്തൊന്നല്ല തടസ്സമില്ല എന്നെ കൊണ്ട് മടങ്ങണ്ട എന്നേ അർത്ഥമുള്ളൂ കല്ല് നീക്കല തടസ്സം നീക്കൽ ഞാൻ വിലങ്ങ് തടിയല്ല എന്നേ ഇതിന്റെ അർത്ഥമുള്ളൂ അല്ലാണ്ട് ഇതിന്റെ ആളാണ് അർത്ഥം കിട്ടോ അദാലത്ത് മൂടപ്പെട്ടവർ അദാലത്താകാനും സാധ്യത ഉണ്ട്. മസ്തൂറുൽ അദാലത്തിൽ തന്നെ രണ്ട് തരീഫുണ്ട്, രണ്ടനുസരിച്ച് നിയമം മാറും. മസ്തൂർ തന്നെ കടുപ്പം കൂടിയതുകൊണ്ട് കടുപ്പം കുറഞ്ഞതുകൊണ്ട്. മസ്തൂറയിൽ അദാല ആരാണ് ഈ മസ്തൂറയിൽ അദാല? ഫിസ്ക് അവരിൽ നിന്ന് അറിയപ്പെട്ടിട്ടില്ല. നല്ല രീതിനോ ഇല്ലയെന്ന് അതും അറിയില്ല, ഒന്നും അറിയില്ല. ഫിസ്ക് പ്രത്യേകം കണ്ടാ കുറെ ദിവസമായി ഫിസ്ക് കാണാണ്ടിരുന്നാ മതി. നല്ലതും കണ്ടിട്ടില്ല, ഫിസ്ക് കാണാനില്ല. ഫിസ്ക് ഉണ്ടായിരിക്കും. ഉമ്മിൽ അങ്ങനെ മനസ്സാക്കപ്പെട്ടിട്ടുണ്ട്. മസ്തൂറുൽ അദാലത്തിനെ നിർവചിക്കുക. മൻ ലം യുഅറഫ് ലഹുമാ മുഫസ്സിഖുൻ മൻ ലം യുഅറഫ് മുഫസ്സിഖുൻ ലഹുമാ, അവരിൽ നിന്ന് എന്ത് വെളിവായിട്ടില്ല? ഫിസ്ക് എന്തായിട്ടില്ല? ഫിസ്ക് വെളിവായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും വെളിവായിട്ടില്ല. നല്ല വെളിവായനെങ്കിൽ നല്ലതന്നെ, ഫിസ്ക് വെളിവായനെങ്കിൽ പൊട്ടന്നെ. നമ്മൾ നല്ലതോ പൊട്ടോ ഒന്നും നമുക്ക് ഒന്നും ഇല്ല. നല്ലതും ആയിക്കൂടായില്ല. അപ്പോൾ നല്ലതെന്ന് വെച്ചോളൂ. ആദ്യം തന്നെ നല്ലതാ. ഇങ്ങനെയാണ് തരീഫ്. വഴത്തുമതൂജമുൻ വഴത്തുമതൂജമുൻ ഒന്നാമത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ശരി. എന്നാലേ കുറേ മെമ്പർമാർ കിട്ടും അല്ലേ? ഓ രണ്ടാമത്തത് മുസന്നിഫ് മുഖ്താറാക്കിയത് കടുപ്പം കൂടിയ സൈസ്. ഓ മന്നിൽഫാഹിറുമാവില്ലതാല പ്രഭൂച്ചിൽ വേണ്ടത്ര അനുഭവപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധം തന്നെയാണെന്ന് പറയാൻ കഴിയില്ല പോലും ഒറ്റപ്പെടുമ്പോൾ. എൻ്റെ ഉള്ളുകളിൽ നമുക്ക് തിരിഞ്ഞിട്ടില്ല. പുറത്ത് നല്ല എന്തെല്ലോ കാണുന്നുണ്ട്. പോത്ത്, ചെല്ലി, വൈത്ത്, മന്ത്രം, ഇതുപോലെ ദ്വാരക്കലെല്ലാം കാണുന്ന പോലെ. എൻ്റെ ഉള്ളുകളിൽ നമ്മൾ അറിയില്ല. അന്നേരം പിന്നെ കുറേ ചെയ്ത് അധികം വേണ്ടി വന്നിപ്പോ. നേരത്തെ പറഞ്ഞാൽ കാണാം കുറേ ടൈറ്റായി പോയി, തിരിയുന്നില്ല. ജനങ്ങൾ കണ്ടെടുത്തോളം തന്നെ യഥാർത്ഥ ഉറങ്ങുന്നിടത്ത് പോയി നോക്കിയിട്ടില്ല. പിന്നെ ഉള്ളുകളിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ നോക്കണം എന്താ കാട്ടുന്നു, അത്ര നോക്കിയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ സ്വീപ്പന്നെ വലിയ ടൈറ്റായി. ഓ ബഹുമഖ്താറഹുൽ മുസന്നിഫ് എന്നിട്ട് ഓരോ ഇന്നഹുലാക്കും. അല്ലെങ്കിൽ കുറേ ആൾ എന്താവും അദാലത്തിൻ്റെ പേര് പറഞ്ഞ് കെട്ടിക്കാൻ പറ്റും. കുറേ ദിവസമായി പോയി. ഇതാ സത്യം. എന്താ മമീൻ സാമ്പ ഈ കാരണത്താൽ ഫലം ഇതക്കയ എന്ന് പറഞ്ഞ കാരണത്താൽ എന്താ ശത്രു ഏത് പൊളിഞ്ഞു കെട്ടി വീഴും? മസ്തൂർ എന്ന ദർജ പൊളിഞ്ഞു പോകും.
ഒരാൾ കുറ്റപ്പെടുത്തിയാൽ തന്നെ കെട്ടിക്കാൻ പറ്റാണ്ടാവും. അതേത് കോലി വിട്ടാലും പുറമ്പോച്ച് വെറും പുറം നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മസ്തൂർ കള്ളനാണെന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ പോയി. ഇപ്പം തിരിഞ്ഞാൽ ഒരൊറ്റ അതിനെ കൊണ്ട് തിരിഞ്ഞാൽ എപ്പോ തിരിയുന്നു? മുമ്പ് ശേഷമല്ലേ പറഞ്ഞു. ശേഷം കുളിക്കണ്ടിക്കൽ രണ്ടാളെന്നെ വേണം. അതാണ് തന്നെ പറയുന്നതാ കബുലല്ലി ലാഭായതും ചെയ്തനിക്കാതെ പൊളിക്കണ്ടിക്കൽ രണ്ടാൾ തെളിയിക്കണം കള്ളനാണ്. 232 പറയുന്നുണ്ട്. ചെയ്തനിക്കാതെ പൊളിക്കണ്ടിക്കൽ ഇത് വേണം. അപ്പൊ ഇതിവിടെ പറഞ്ഞതോ കബുലല്ലി ലാഭായതും ഇതല്ലേ. അക്കതിന് മുമ്പ് ഒരാൾ പറഞ്ഞു ഇവനാണോ സാക്ഷി, കുറ്റപ്പെടുത്തി ഇവന്റെ ഉടമ വെളിവാക്കി. എന്നാല് അതിന്റെ മുമ്പാ എനിക്ക് പറ്റൂല സാക്ഷിക്ക്. ശേഷാണെങ്കിൽ ഈ ചെയ്തെനിക്ക് ഉടക്കോ അത് 232 ഉടക്കൂല. അതിന് എത്ര ആളെന്നെ വേണം? വലം യുൽഹിഖ് അൽ ഫാസിഖു ഫാസിഖ് ചേരുന്നതല്ല, അല്ലെങ്കിൽ ഫാസിഖിനെ ചേർക്കപ്പെടൂല. ഇതാത്താവാ എന്തല്ലി എന്തിനോട് ചേർക്കപ്പെടൂല? മസ്തൂരിനോട് ചേർക്കപ്പെടൂല. എന്താ എന്താ കെട്ടിക്കാൻ അധികാരമില്ല. 100 കൊല്ലം കഴിയണം, പരിശോധനക്ക് വെക്കണോ. മസ്തൂരിന്റെ മക്കാമിലേക്ക് എത്തൂല. ഫാസിഖാണെന്ന് അറിയപ്പെട്ട ആള് അത് ചെയ്ത് കാര്യത്തിന് പോലും 2 നില വിളിക്കൽ പോലും. എന്നാലോ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടൊന്നും എന്തായിക്കൊണ്ട കാര്യലാഭത്തിന് വേണ്ടിയിട്ട് തൽക്കാലം എന്താക്കിയതായിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ നടപ്പെല്ലാം പരിശോധിക്കണം പോലെ ഒരു കൊല്ലം വരെ എന്താക്കണം. അത് പ്രത്യേകം തന്നെ വരുന്നുണ്ടല്ല. ഇസ്തിതാബത്തുൽ മസ്തൂർ ചേർക്കുമെന്ന് പറഞ്ഞവരുണ്ട്. ഇവിടെ പറഞ്ഞതനുസരിച്ച് പല ബുദ്ധത്തിൽ മുത്തത്തിൽ ഇസ്തിബറായി. എന്താണ് ഇത്? സാക്ഷിന്റെ അടുത്താണ്. ചേർക്കുമെന്ന് പറഞ്ഞത് അടയാന്ന വലിയന്റെ അടുത്താണ്. അവിടെ പറയുന്നുണ്ട് മസ്തൂറിന്റെ മക്കാമായി. കാരണം ഫാസിഖായാൽ വരെ മതിന്ന് വരെ കൗലുണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെല്ലാം മതിയല്ലോ. അവിടെ 1 കൊല്ലം കഴിയണ്ട. ഇങ്ങനെ പെണ്ണിനെ വായിക്കലുണ്ടാക്കോ? ഇത് സാക്ഷിക്ക് നിൽക്കലാ പറഞ്ഞു. ഫാസിഖായിട്ട് അറിയപ്പെട്ട ആൾ സാക്ഷിക്ക് പറ്റൂല. ഫാസിഖെല്ലാം 1 കൊല്ലം മോനെ നിരീക്ഷിക്കണം. ഇതേ മസാല അല്ല ഇവിടെ. വലിയ ഫാസിഖാണ്. മെത്തമതായ കോലും പിടിച്ച് ഓൻ തൂവ ചെയ്ത് നന്നായി പോലും ആ സ്പോട്ടിൽ തന്നെ. എന്നാലും അത് അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ. ഓൻ കെട്ടിക്കാം ഇപ്പം തന്നെ. എന്തിന് കാത്തു നിൽക്കണ്ട? ഇത് ഷഹാദത്താണ്. ഷഹാദത്ത് വലിയ പണിയാണ്. ഇതിനേക്കാളെ പണി കുറഞ്ഞതാണേത്. എന്നിട്ട് ആടെയാണ് കുഴപ്പം കൊണ്ടാൻ വേണ്ടിയാക്കി. ഇവിടെ ഇത്തിഫാക്കാണ്. എന്ത് ഉണ്ടാവില്ല? 1 കൊല്ലം കഴിയാണ്ട് അപ്പുറം ഈ വാർത്ത വരുന്നുണ്ട്. ഫാസിഖിന് വിലായത്തില്ല എന്ന് വെക്കുമ്പോൾ ഷഹാദത്തിന്റെ റോള് ഭയങ്കര റോളാണ്. കെട്ടിക്കുന്ന റോള് അത്രയല്ല. കാരണം എത്രയോ കൗലനുസരിച്ച് ഫാസിഖിന് പോലും എന്തുണ്ട്? കെട്ടിക്കാം. അതുപോലത്തെ ഡ്യൂട്ടിയല്ല വേറൊരാൾക്ക് വേണ്ടി തീരുമാനം പറയല്. അത് വലിയ കടുപ്പം കൂടിയ പണിയാണ്. അതുകൊണ്ട് അപ്പോ 1 കൊല്ലം കാത്തു നിൽക്കണ്ട, ഇപ്പം തന്നെ ആയി എന്ന് പറഞ്ഞതറിയാം. മര്യാദ തപ്പിപ്പോക്കുന്നില്ല. മര്യാദ കാത്തു നിൽക്കണ്ട. കരഞ്ഞാലൊഴികെ കരയലോട് കൂടെ തീർന്നു. ഒന്നല്ല ആളായി. പല വിലായത്തലി ഫാസിഖിൻ എന്തില്ല? വിലായത്തില്ല. അവിടെയാണ് കരയുന്ന മസാല. കരയുന്നിടത്ത് പറയുന്നത് നിങ്ങൾ സാക്ഷിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഇടിയും സ്വയ്പാക്കിയൊക്കെയല്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടിക്കാൻ പറയും. അത് വേണ്ട. പിന്നെ 1 കൊല്ലം കഴിയാന്ന് കാത്തു നിൽക്കണ്ട.
അപ്പം തന്നെ എന്താക്കിക്കോ, കെട്ടിച്ചോ. കെട്ടിക്കുന്നിടത്ത് അത്രയേ ഉള്ളൂ. പിന്നെ മറ്റെടുത്തോ ആ പോലെ 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 ഒത്തുസന്നു മസ്തൂരി മസ്തൂരിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കൽ കരയിപ്പിക്കലല്ലോ. കാരണം മസ്തൂരിനോട് ചേർക്കുമെന്ന് കൗലിൽ പരിഗണിച്ചുകൊണ്ട് നന്നായിക്കൂടെ. അപ്പോൾ അധികം ഇസ്തിഗ്ഫാറും ഷഹാദത്തും തൗബയും കരയിലെല്ലാം നോക്കി ആർക്കൊണ്ട് ആ ഉറപ്പുണ്ട്. നിങ്ങളെ സാക്ഷി കെടുക്കേണ്ടതാണ്. കൊണ്ട് നിങ്ങൾ കുറച്ച് ഉഷാറാട്ടുന്നതാണ്. കൊണ്ട് തൗബ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ കരീം അർ റഹീം പോലെ ഇതെല്ലോ കളിപ്പിച്ച കലി കുറച്ചെങ്കിലും വൃത്തിയാക്കിയേ. ഇതേ കളിപ്പിക്കാൻ മറ്റടുത്തും വരും. വലിയൻ്റെ അടുത്ത് വേഗം പറിക്കുകയും ചെയ്യും. അത് വലിയ ചെരി കൊടുക്കുന്നു. കെട്ടിക്കുമ്പോൾ കൂടെ അല്ല സ്വഹീഹ് മസ്തൂറും മതി എന്നാണ് സഹീഹ്. ഈ ജറയാനി നിക്കാ നടക്കല് പിന്നെ ഔസാത്തിന്നാസി വല്ല വാമ പല കുല്ലിഫോ ഈ മാരിഫത്തിൽ അദാലത്തിൽ ബാത്തിന ഉള്ളുകള്ളി അറിയണം എന്ന് പറഞ്ഞാൽ ഈ യഹ്ദറ അൽ മുത്തസിഫു ബിഹ ആ മുത്തസിഫിനെ തന്നെ കാലം നീളും ബുദ്ധിമുട്ടും. അമിതമ്മ മുസന്നിഫിന് കത്ത് തമ്പീഹിനി മെത്തമതാക്കി ഇബ്നു സലാഹ് മെത്തമതാക്കിയതുപോലെ കെട്ടിക്കുന്നത് ഹാക്കിമാണ്. എന്നാൽ എല്ലാ ഗുണവും വേണം. ഹാക്കിം എന്ന് പറഞ്ഞാൽ വെറുതെ നേരം കുട്ടിയാൽ പോരാ, എല്ലാ ഗുണവും വേണം ആ കെട്ടിക്കുന്നവർക്ക്. വേണ്ടേ? ആർക്ക് വേണം? ആർക്ക് വേണം? ഒഴുത്തുപുരത്തിൽ അദാലത്തിൽ ബാത്തിനാം ഷാഹിദിന് എന്ത് വേണം? എന്തുകൊണ്ട് സൂലത്ത് മാരിഫത്തി ആലി മുറാജാത്തിൽ മുസക്കീന പരിശോധകന്മാർ ഉപയോഗിച്ച് പരിശോധിപ്പിക്കാലോ. റിസൾട്ട് നാളെ തന്നെ തരൂലേ? ആർക്ക്? ഹാക്കിമിന്. മറ്റുള്ള അങ്ങനെ കഴിയോ? സഹായ മുത്തവല്ലി പറയുന്നു. മുത്തവല്ലി എന്താ പറയുന്നത്? അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഇത് മാത്രം എല്ലാം കണക്കന്നെ എന്നാ പറയുന്നത്. അമിതമ്മ ലൗറാവത്തം കണ്ടു മാലൻ വിയദീൻ അല്ല വിയദി മുത്തസരിഫീൻ ഫീഹി ബിലാ മുനാസിൻ. എതിർക്കാൻ ആരുമില്ലാണ്ട് ഒരാൾ കൈകാര്യം ചെയ്യുന്നത് മതം ഒരു വീട് ഉപയോഗിക്കുന്ന ആൾ, ഒരു വണ്ടി ഓടിക്കുന്ന ആൾ, ആരും എതിരൊന്നും പറയുന്നുമില്ല. എന്നാൽ ജാസലഹു ഹാക്കിമിന് ജായിസാണ് മറ്റുള്ളവർക്കും ചിറാവുഹു മിൻഹു ഇവന്റെ തന്നെയാണെന്ന് വെച്ചിട്ട് എന്താക്കാം? അവിടെ ഹാക്കിമിനെ മാറ്റി നിർത്തിനാ ഈ എത്തിമാതന്നല ലാഹിരിയത്തി ഈ സൗലാലി തരവുൽ ഹുജ്ജ ഹാക്കിം വിചാരിച്ചാൽ എന്താക്കാം? ആ ഇത്ര വേഗം കൊണ്ടുവരാം അല്ലേ? സുർക്കിയോ സുർക്കിമാമടുത്ത് പൊന്തിച്ചു ഖിലാഫ ഈ ഖിലാഫ് മുഖത്തമ്പി പറഞ്ഞത് മുത്തവലി പറഞ്ഞത് ഏറ്റുമുട്ടിയില്ലേ? അത് അലാന്ന തസറുഫൽ ഹാക്കിമി ഹുക്കുമ് ഹാക്കിമിന്റെ തസറുഫ് വിധിയാണോ അല്ല അമലാണോ? നിസ്കാരം നോമ്പെല്ലാം പോലെ അമല് മാത്രമാണോ ഹാക്കിമിന്റെ തസറുഫ് അല്ല വിധിയാണോ? വിധിയാണെന്ന് പറയുമ്പോൾ എന്ത് വേണം? തെളിയിക്കൽ. വിധി നടത്തുമ്പോൾ ജഡ്ജിന്റെ റോളാണ്, വിധിന്റെ സ്ഥാനമല്ലേ ഇവന്റെ പെരുമാറ്റം എന്താവും? വിധിയല്ല, ഒരു അമലാണ് വിൽപ്പന. എന്നിട്ട് സുമക്താറ സുർക്കീമാ ഭാഷാക്കുന്ന അങ്ങനെ ഒന്നും പറയണ്ട. ഒരു കാര്യവും ഒരിക്കലും ചെയ്യാൻ പാടില്ല സുഹൃത്താകുന്നവർ. വക്കാലത്തിൻ്റെ അടുത്തും അങ്ങനെ ഉണ്ടാവും, എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവും. എന്താകണം? സാധാരണക്കാരനായ വലിയ പോലെ അല്ല. ഒരു ആര് ഒരു ഡിമാൻഡ് കാട്ടണം എന്നും ആര് രണ്ടാളെ കൊണ്ട് തെളിയിക്കണം. ഒരു അക്ബറഹുറജിനും ഈ വക്കാലത്ത് ഈ സഹാന്ന് പറഞ്ഞില്ലേ? അത് ഹാക്കിമിനല്ല. ഹാക്കിമി എന്താ ഉണ്ടാവുള്ളൂ സുഹൂത്താക്കാൻ. ഇക്കാട്ടിൻ്റെ കാവിൻ്റെ ആ ശരിയായ പട്ടം തന്നെ നിർത്തണ്ടേ? അപ്പോൾ ഇങ്ങനത്തെ തമാശയും കളി മതിയാ. നമ്മൾ ശരിയല്ല, കെട്ടിച്ചാൽ ശരിയാവും. പക്ഷെ അവർക്ക് ഹറാമ് വരുമ്പോൾ മറ്റേ സ്ഥാനം പിടിച്ചു കാണിക്കുന്ന രൂപത്തിലായിപ്പോയില്ലേ? എന്നെ ഫീലാവും. ഒരിക്കലും ഓൻ ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല.
ഒട്ടും പൊടിയാകാൻ പാടില്ല. വാല്യബിൾ എപ്പോഴും ട്ടാ. പഠിപ്പിക്കും.